ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ജോബ് ഇൻഫർമേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ രോഗങ്ങളും അവയെ പറയുന്ന വിശേഷണങ്ങളും നോക്കാം. ആദ്യത്തെ രോഗം ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് മലമ്പനി. മലമ്പനിയാണ് ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത്. മലമ്പനിയെ വേറൊരു പേരിൽ കൂടി അറിയപ്പെടുന്നു ബ്ലാക്ക് വാട്ടർ ഫീവർ. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നത് മലമ്പനി. നാവികരുടെ പ്ലേഗ് സ്കർവി. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ് പരീക്ഷയ്ക്ക്. നാവികരുടെ പ്ലേഗ് സ്കർവി രോഗം. ഒന്നും കൂടി വായിക്കാം. ചതുപ്പ് രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് മലമ്പനി. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നതും മലമ്പനിയാണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവി. ഗ്രേവ്സ് രോഗം ഗോയിറ്റർ. ഗ്രേവ്സ് രോഗം ഗോയിറ്റർ. ലോക്ക് ജോഡിസിസ് ടെറ്റനസ്. ടെറ്റനസിനെയാണ് പറയുന്നത് ലോക്ക് ജോഡിസിസ്. രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ. രാജകീയ രോഗം ഹീമോഫീലിയ. ബ്രേക്ക് ബോൺ ഫീവർ ഡെങ്കിപ്പനി. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് ഡെങ്കിപ്പനി. അപ്പോൾ നോക്കൂ, ഗ്രേവ്സ് രോഗം എന്നറിയപ്പെടുന്നത് ഗോയിറ്റർ. ലോക്ക് ജോഡിസിസ് എന്നറിയപ്പെടുന്നത് ടെറ്റനസ്. രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ. ബ്രേക്ക് ബോൺ ഫീവർ ഡെങ്കിപ്പനി. ഇത്രയും പഠിച്ചെന്ന് വിചാരിക്കുന്നു. അടുത്തത് കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗാണ്. വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയം. കോക്ക് രോഗം എന്നറിയപ്പെടുന്നത് ക്ഷയം. ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠം. അപ്പോൾ പ്ലേഗ് അറിയപ്പെടുന്ന പേരാണ് കറുത്ത മരണം. വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയം. കോക്ക് രോഗം എന്നറിയപ്പെടുന്നതും ക്ഷയം. അപ്പോൾ ക്ഷയം രണ്ട് പേരിൽ അറിയപ്പെടുന്നുണ്ട്. വെളുത്ത പ്ലേഗ് എന്നും കോക്ക് രോഗം എന്നും അറിയപ്പെടുന്നത് ക്ഷയമാണ്. ഹാൻസൻസ് രോഗം കുഷ്ഠം. ഹാൻസൻസ് രോഗം കുഷ്ഠം. കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗ്. വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയം. കോക്ക് രോഗം എന്നറിയപ്പെടുന്നത് ക്ഷയം. ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠം. കില്ലർ ന്യൂമോണിയ സാൾസ്. കില്ലർ ന്യൂമോണിയ സാൾസ് എന്ന രോഗത്തിനെയാണ് പറയുന്നത്. നിശബ്ദനായ കൊലയാളി അമിത രക്തസമ്മർദ്ദം. അമിത രക്തസമ്മർദ്ദത്തിന് മറ്റൊരു പേരാണ് നിശബ്ദനായ കൊലയാളി. വിശപ്പിൻ്റെ രോഗം മാറാസ്മസ്. വിശപ്പിൻ്റെ രോഗം എന്നറിയപ്പെടുന്നത് മാറാസ്മസ്. പട്ടിണി രോഗം എന്നറിയപ്പെടുന്നത് മാറാസ്മസ് ആണ്. പട്ടിണി രോഗം എന്നറിയപ്പെടുന്നതും മാറാസ്മസ്. വിശപ്പിൻ്റെ രോഗം എന്നറിയപ്പെടുന്നത് മാറാസ്മസ്. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗമാണ് അമിത രക്തസമ്മർദ്ദം. കില്ലർ ന്യൂമോണിയ എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം സാൾസ്. വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് എലിപ്പനി. എലിപ്പനി അറിയപ്പെടുന്ന പേരാണ് വീൽസ് ഡിസീസ്. അതുപോലെ മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നു ബ്ലാക്ക് ജോണ്ടിസ്. എലിപ്പനി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബ്ലാക്ക് ജോണ്ടിസ്, വീൽസ് ഡിസീസ്. ബ്ലാക്ക് ജോണ്ടിസ്, വീൽസ് ഡിസീസ് എന്നീ രണ്ട് പേരിലും എലിപ്പനി അറിയപ്പെടുന്നുണ്ട്. വിഷുചിക എന്നറിയപ്പെടുന്ന രോഗമാണ് കോളറ. വിഷുചിക എന്നറിയപ്പെടുന്ന രോഗം കോളറ. തൊണ്ടമുള്ള് ഡിഫ്തീരിയ. അപ്പോൾ തൊണ്ടമുള്ള് എന്ന് അറിയപ്പെടുന്ന മറ്റൊരു രോഗമാണ് ഡിഫ്തീരിയ. വീൽസ് ഡിസീസ് എലിപ്പനി. ബ്ലാക്ക് ജോണ്ടിസ് എന്ന പേര് എലിപ്പനി. വിഷുചിക എന്ന പേരിലുള്ളത് കോളറ. തൊണ്ടമുള്ള് എന്ന രോഗം ഡിഫ്തീരിയ. അരിവാൾ രോഗം എന്നറിയപ്പെടുന്നത് സിക്കിൾ സെൽ അനീമിയയാണ്. അരിവാൾ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം സിക്കിൾ സെൽ അനീമിയ. വുൾസോർട്ടേഴ്സ് ഡിസീസ് ആന്ത്രാക്സ് രോഗം. ആന്ത്രാക്സ് രോഗം അറിയപ്പെടുന്ന പേര് വുൾസോർട്ടേഴ്സ് ഡിസീസ്. വുൾസോർട്ടേഴ്സ് ഡിസീസ് ആണ് ആന്ത്രാക്സ് രോഗം എന്നറിയപ്പെടുന്നത്. മാർജാര നൃത്ത രോഗം എന്നറിയപ്പെടുന്നത് മീനാമാത രോഗം. മീനാമാത രോഗത്തിന് അറിയപ്പെടുന്ന മറ്റൊരു പേര് മാർജാര നൃത്ത രോഗം. അപ്പോൾ ഒന്നും കൂടി വായിക്കാം. അരിവാൾ രോഗം എന്നറിയപ്പെടുന്ന രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. വുൾസോർട്ടേഴ്സ് ഡിസീസ് ആന്ത്രാക്സ് എന്ന രോഗമാണ് അറിയപ്പെടുന്നത്. മാർജാര നൃത്ത രോഗം മീനാമാത രോഗം. മദ്രാസ് ഐ എന്നറിയപ്പെടുന്നത് ചെങ്കണ്ണാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. മദ്രാസ് ഐ എന്നറിയപ്പെടുന്നത് ചെങ്കണ്ണ്. വില്ലൻ ചുമ പെർട്ടൂസിസ്. വില്ലൻ ചുമ എന്നറിയപ്പെടുന്ന രോഗമാണ് പെർട്ടൂസിസ്. എൻഡറിക് ഫീവർ എന്നറിയപ്പെടുന്നത് ടൈഫോയിഡ്. എൻഡറിക് ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ടൈഫോയിഡ്. റിവറൈൻ രോഗം എന്നറിയപ്പെടുന്നത് കോളറ. റിവറൈൻ രോഗം എന്നറിയപ്പെടുന്ന രോഗമാണ് കോളറ. അപ്പോൾ മദ്രാസ് ഐ എന്നറിയപ്പെടുന്നത് ചെങ്കണ്ണാണ്. വില്ലൻ ചുമ എന്നറിയപ്പെടുന്ന രോഗമാണ് പെർട്ടൂസിസ്.
എൻഡറിക് ഫീവർ എന്നറിയപ്പെടുന്നത് ടൈഫോയിഡ്. റിവറൈൻ രോഗം എന്നറിയപ്പെടുന്ന രോഗമാണ് കോളറ. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയയാണ് ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നത്. മീസിൽസ്, അഞ്ചാം പനി, റൂബിയോളം. മീസിൽസ് അതായത് അഞ്ചാം പനി എന്നറിയപ്പെടുന്നത് റൂബിയോളം എന്ന രോഗമാണ്. ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്നത് റൂബല്ല. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. മീസിൽസ് അഥവാ അഞ്ചാം പനി എന്നറിയപ്പെടുന്ന രോഗമാണ് റൂബിയോളം. ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്ന രോഗം റൂബല്ല. അടുത്തത് സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്നത് എയ്ഡ്സ് ആണ്. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം എയ്ഡ്സ്. ഗ്രിഡ് രോഗം എന്നറിയപ്പെടുന്നതും എയ്ഡ്സ് ആണ്. അപ്പോൾ ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ. മീസിൽസ് അഥവാ അഞ്ചാം പനി എന്നറിയപ്പെടുന്ന രോഗം റൂബിയോളം. ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്ന രോഗം റൂബല്ല. സ്ലിം ഡിസീസ്, ഗ്രിഡ് രോഗം എന്നിവ അറിയപ്പെടുന്നത് എയ്ഡ്സ് ആണ്. ഷെയ്ക്കിംഗ് പാഴ്സി, പാർക്കിൻസൺസ് രോഗത്തിനെയാണ് ആ പേര് പറയുന്നത്. ഷെയ്ക്കിംഗ് പാഴ്സി പാർക്കിൻസൺസ് രോഗമാണ്. ഉറക്ക രോഗം സ്ലീപ്പിംഗ് സിക്കനസ് ആണ്. ഉറക്ക രോഗം അഥവാ സ്ലീപ്പിംഗ് സിക്കനസ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ ട്രിപ്പനസോമിയാസിസ് എന്ന രോഗമാണ്. ആഫ്രിക്കൻ ട്രിപ്പനസോമിയാസിസ്. അതൊന്നും കൂടി വായിക്കാം. ഉറക്ക രോഗം അഥവാ സ്ലീപ്പിംഗ് സിക്കനസ് എന്നറിയപ്പെടുന്ന രോഗം മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് ആഫ്രിക്കൻ ട്രിപ്പനസോമിയാസിസ്. കാല അസർ എന്നറിയപ്പെടുന്നത് ലീഷ്മാനിയസിസ് എന്ന രോഗം മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് കാല അസർ. അപ്പോൾ ഒന്നും കൂടി വായിക്കാം. ഷെയ്ക്കിംഗ് പാഴ്സി എന്നറിയപ്പെടുന്ന രോഗമാണ് പാർക്കിൻസൺസ് രോഗം. ഉറക്ക രോഗം അഥവാ സ്ലീപ്പിംഗ് സിക്കനസ് എന്നറിയപ്പെടുന്ന രോഗമാണ് ആഫ്രിക്കൻ ട്രിപ്പനസോമിയാസിസ്. കാല അസർ എന്നറിയപ്പെടുന്ന രോഗം ലീഷ്മാനിയസിസ്. ക്രൂസ് ബെൽറ്റ് ജേക്കബ് രോഗം എന്നറിയപ്പെടുന്നത് ഭ്രാന്തിപ്പശു രോഗമാണ്. ക്രൂസ് ബെൽറ്റ് ജേക്കബ് രോഗം എന്നറിയപ്പെടുന്നത് ഭ്രാന്തിപ്പശു രോഗത്തെയാണ്. സ്മൃതിനാശ രോഗം എന്നറിയപ്പെടുന്നത് അൽഷിമേഴ്സ്. പിള്ളവാതം എന്നറിയപ്പെടുന്നത് പോളിയോ. ഇൻഫൻറ്റൈൽ പാരാലിസിസ് എന്നറിയപ്പെടുന്ന രോഗം പോളിയോ. നിശബ്ദനായ കാഴ്ചപഹാരകൻ ഗ്ലോക്കോമ. ഒന്നും കൂടി വായിക്കാം. ക്രൂസ് ബെൽറ്റ് ജേക്കബ് രോഗം എന്നറിയപ്പെടുന്നത് ഭ്രാന്തിപ്പശു രോഗമാണ്. സ്മൃതിനാശ രോഗം എന്നറിയപ്പെടുന്നത് അൽഷിമേഴ്സ് രോഗത്തെയാണ്. പിള്ളവാതം എന്നറിയപ്പെടുന്ന രോഗം പോളിയോ. ഇൻഫൻറ്റൈൽ പാരാലിസിസ് എന്ന രോഗം പോളിയോ. നിശബ്ദനായ കാഴ്ചാപഹാരകൻ എന്നറിയപ്പെടുന്നത് ഗ്ലോക്കോമ.